തുടക്കത്തിൽ കണ്ട ആ തക്കാളി വിളവെടുപ്പ് കണ്ടിട്ടേ ആരും തെറ്റിദ്ധരിക്കണ്ട. വീടൊക്കെ വാങ്ങി നല്ലൊരു ഓപ്പൺ ടെറസും കിട്ടിയപ്പോഴേ നല്ല രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിയതാണ് കേട്ടോ. പക്ഷെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആ അറിവില്ലായ്മ കൊണ്ട് കുറെ പാളിച്ചകളൊക്കെ പറ്റി. ഈ വീട് വാങ്ങിയ പിന്നെയാണ് ഞാൻ കുറച്ച് ചെടികൾ മേടിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ തുടങ്ങിയത്. എന്നാലും അത്ര ഇൻട്രസ്റ്റ് ഉള്ള മേഖലയല്ല എനിക്ക്. ഞാൻ പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. ടൊമാറ്റോ ഗ്രോ ബാഗ് എന്ന് കണ്ടപ്പോൾ അതൊന്ന് മേടിച്ചതാണ് കേട്ടോ. വളർച്ചയൊക്കെ ഇരട്ടിയായിരുന്നു കേട്ടോ സാധാരണ ചട്ടിയിൽ നട്ടതിനേക്കാളും. പക്ഷെ ഒരു പാളിച്ച പറ്റിയത് എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യണ ദിവസേ ഞാൻ വന്ന് നോക്കും. അപ്പോൾ ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടാവും. അത് കാണുമ്പോൾ വെള്ളം ഒഴിക്കാണ്ട് തിരിച്ചു പോകും. പക്ഷെ ഈ ഗ്രോ ബാഗിൽ ചില ദിവസം അത്ര വെള്ളം വന്നേരുന്നില്ല. പിന്നെ അത് കുറച്ച് ഡ്രൈ ആയിട്ട് നിന്നു. അപ്പോൾ ഒരു ദിവസം നല്ലോണം വെള്ളം, ഒരു ദിവസം ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതിലുണ്ടായ തക്കാളിയുടെ അടിഭാഗം നല്ല കറുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റീസൺ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു തന്നത് ChatGPT ആണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെയ്ത വലിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ ഒത്തിരി വിത്തുകൾ ഒരു ചട്ടിയിൽ തന്നെ അങ്ങോട്ട് നട്ടു. അപ്പോൾ അതിൻ്റെ വളക്കുറവുണ്ട്. പിന്നെ ഒരു കാട് പോലെ തന്നെ പയറൊക്കെ അങ്ങോട്ട് പയറ് കാടായിട്ടോ. ചട്ടിയിൽ തന്നെ ചുറ്റിനും ഒരു വള്ളി കെട്ടിയിട്ട് അതും വന്ന് ആ തുണി ഇടുന്ന റോഡിലേക്ക് ഇങ്ങനെ വള്ളികൾ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. അല്ലാണ്ട് വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല ഇവിടെ വള്ളി കെട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പയറിനും കൈപ്പയ്ക്കൊക്കെ ഇതേപോലെ തന്നെ ചെയ്തു കൊടുത്തു. തക്കാളി വെണ്ട പോലത്തെ സംഭവങ്ങളൊക്കെ ഒരു സൈഡിലേക്കും പടരുന്ന ചെടികളൊക്കെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് അതിനൊക്കെ വള്ളി കെട്ടി കൊടുത്തു കേട്ടോ. കുറേ പാളിച്ചകളൊക്കെ ഉണ്ടായെങ്കിലും 5-6 തക്കാളി കിട്ടിയപ്പോൾ ഹാപ്പി ആയി കേട്ടോ.